കുട്ടികൾക്ക് സ്കൂൾ അടച്ചപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചാണ് ഒരു ലോങ് ട്രിപ്പ് പോകണം. അപ്പോൾ 2 മാസത്തെ പ്ലാൻ ചെയ്തിട്ട് തലേന്ന് തീരുമാനിച്ച് പിറ്റേന്ന് മണാലിക്ക് പോവാണ് ഞങ്ങൾ. അപ്പം നിങ്ങൾ ചിന്തിക്കും ആർക്കാണ് കുട്ടികളെന്ന്. എനിക്ക് കുട്ടിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കോട് നിന്ന് ഗോവയ്ക്ക് കയറി, ഗോവയിൽ നിന്ന് ഡൽഹിക്ക് ഫ്ലൈറ്റിലാട്ടോ പോകുന്നത്. അപ്പം നമ്മൾ ട്രെയിനിലാണ് യാത്ര ചെയ്തത്. ഒരു നൈറ്റ് ഉണ്ടായിരുന്നു. കമ്പാർട്ട്മെന്റ് ഫുള്ള് കാലിയായിരുന്നുണ്ട്. സുഖമായിട്ട് ഉറങ്ങി ഗോവയിലെത്താൻ സാധിച്ചു. അപ്പോൾ അടുത്തത് ഓട്ടോ വിളിക്കുക എന്നുള്ള കേട്ടോ. ഓട്ടോയ്ക്ക് ഇവിടുന്ന് എയർപോർട്ട് വരെ, മനോഹർ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരെ 700 രൂപയാണ് വാങ്ങിയത്. അപ്പോൾ നമ്മൾ ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒന്ന് ഫ്രഷ് ആവുക, ഡ്രസ്സ് മാറ്റുക. ഈ ഡ്രസ്സിലും കോലത്തിലും എങ്ങനെ എയർപോർട്ടിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ പോവുക. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറി, ലുക്കേ മാറിയില്ലേ, അതാണ്. പിന്നീടും സമയം കൂടുതലായതുകൊണ്ട് അതിലേ നടക്കുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ ഇൻഡിഗോയിലാണ് പോയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇൻഡിഗോ ഇഷ്ടമായില്ല. ഞാൻ ഇതിന് മുന്നേ 3-4 തവണ അല്ലെങ്കിൽ 5-6 തവണ ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്. അപ്പോൾ അതിലെനിക്ക് ഇഷ്ടമില്ലാത്തൊരു ഫ്ലൈറ്റ് ഇൻഡിഗോയാണ്. അഫോർഡബിൾ ആണ്, പക്ഷെ ഭയങ്കര കൺജസ്റ്റഡ് ആണ് കേട്ടോ. അപ്പം നമ്മൾ അതിരാവിലെ 12:30-1 മണിയായപ്പോൾ ഡൽഹിയിലെത്തി കേട്ടോ.